ഹലോ നമസ്കാരം. ഹോല വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പുതിയ വിസ അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഫെബ്രുവരി 2024 ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾ നേരിട്ടത്, ഈ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. അതായത് ഒരുപാട് റിജക്ഷൻസ് നമ്മൾ കണ്ട ഒരു ഇൻടേക്കായിരുന്നു, ഫെബ് ഇൻടേക്ക് അല്ലേ? ഇത് ഓൾമോസ്റ്റ് 60% ആണ് വിസ സക്സസ് റേറ്റ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് 60% ആണ് വിസ സക്സസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഇൻടേക്കിൽ. അതുപോലെ ഒരു കാര്യം അറിയാൻ സാധിച്ചത്, ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അതായത് കോളേജിൽ അപ്ലൈ ചെയ്ത കുട്ടികളുടേത് 0% എന്നാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്. അത് ശരിക്കും എന്നെ അതിശയപ്പെടുത്തി. കാരണം കോളേജുകളിലെ കുട്ടികൾക്ക് ആർക്കും വിസ കിട്ടിയിട്ടില്ലെന്ന് വേണം അതിന് മനസ്സിലാക്കാൻ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിസ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം അത് നമ്മൾ ഒരിടത്തും കേട്ടില്ല അല്ലേ? അങ്ങനെ 0% ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. അതൊരു പുതിയ ന്യൂസ് ആയിരുന്നു. അങ്ങനെ കിട്ടത്തേ ഇല്ല എന്നുള്ളത്, ആ രീതിയിലേക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് എടുത്തിരിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇങ്ങനെ അഫക്റ്റ് ആയത്? ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ. ഈ രാജ്യങ്ങൾക്കാണ് പ്രോബ്ലംസ് കൂടുതൽ വന്നത്. ലെവൽ 3 കൺട്രീസ് ആയതുകൊണ്ടാണ്. എന്താണ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് ചോദിച്ചാൽ, വിസ കിട്ടാനായിട്ട് ഏറ്റവും പാടാണ് ലെവൽ 2, ലെവൽ 3 റിസ്കി കൺട്രീസ്. യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു ലെവൽ റാങ്കിങ്, ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 3 ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിസ കിട്ടാൻ. ഹോല വേൾഡ് ഒരിക്കലും ഈ ലെവൽ 3 യൂണിവേഴ്സിറ്റീസിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കത്തില്ല. കാരണം ലെവൽ 3 കൺട്രിയിൽ നിന്നൊരു ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ടാൽ ഊഹിക്കാവുന്നേ ഉള്ളൂ, റിജക്ഷൻ 95% ആണ്. ഇപ്രാവശ്യം 100% കൊടുക്കാം. ലെവൽ 2 ആൻഡ് ലെവൽ 3 യൂണിവേഴ്സിറ്റീസ് എന്തൊക്കെയാണ്, കൺട്രീസിൽ എന്തൊക്കെയാണ്, തീർച്ചയായും ആ വീഡിയോ കാണണം. കാരണം അതാണ് ഇപ്രാവശ്യത്തെ വിസ റിജക്ഷൻ്റെ ഒരു വലിയ കാരണം. ഇതിൻ്റെ ഉത്തരവാദി എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്? നമ്മുടെ ഡിസംബർ 2nd വീക്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓസ്ട്രേലിയ പോസ്റ്റ് സ്റ്റഡി എക്സ്റ്റെൻഡഡ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എക്സ്റ്റൻഷൻ അത് നിർത്തലാക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് ചേഞ്ചസ് പോവുകയാണെന്നുള്ളൊരു മീഡിയ റിലീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് ഡിസംബർ 2nd വീക്കിലായിരുന്നു. അതിനുശേഷമാണ് ഇതുപോലെ വിസ റിജക്ഷൻസ് കൂടിയത്, വിസ വരാതിരിക്കുന്നത്, COE ക്യാൻസൽ ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസും, അതുപോലെ തന്നെ വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റീസും ഏജൻസും സ്റ്റുഡൻസിനെ കമ്പൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ഈ മൈഗ്രേഷൻ റിവ്യൂ, അതുകൊണ്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ക്വാളിറ്റിയുള്ള സ്റ്റുഡൻസിനെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാനും അട്രാക്ട് ചെയ്യാനുമായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ജെനുവിൻ ടെമ്പററി എൻട്രൻ എന്നാണ് ഇപ്പോൾ ആ സ്റ്റേജിൻ്റെ പേരെങ്കിൽ, mid-July 2024 അതിൻ്റെ പേര് GST എന്നാകും, ജെനുവിൻ സ്റ്റുഡൻറ് ടെസ്റ്റ്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. GT-നെക്കാട്ടിലും ഒന്നുകൂടെ കടുപ്പം കൂടിയതാണ്. കടുപ്പം കൂടുമെന്ന് പറഞ്ഞാൽ, നേരത്തെ GT മനുഷ്യന്മാരായിരുന്നു നിർണ്ണയിക്കുക, GST മനുഷ്യന്മാർ മാത്രമായിരിക്കില്ല, ഡേറ്റ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെ ആയിരിക്കും എന്ന് ഒരു ഡേറ്റ അനലിറ്റിക്സിൻ്റെ തോട്ട് പ്രോസസ്സിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അവിടെ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ ഡേറ്റ പോയിൻറ്റ്സ് മെഷർ ചെയ്ത് കമ്പ്യൂട്ടർ തന്നെ ഒരു ജെനുവിൻ സ്റ്റുഡൻറ്റിനെ ആദ്യം ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, നോൺ ജെനുവിൻ സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ ഒരു മനുഷ്യനെ അത് പാസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നിക്കായിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ ഫിനാൻഷ്യൽസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയാണ് നിങ്ങൾക്കുള്ള സേവിങ്സ്, എത്രയാണ് റെഗുലറായിട്ട് ഇൻകം നിങ്ങളുടെ സ്പോൺസേഴ്സിനുള്ളത്, തുടങ്ങിയ മെട്രിക്സ് മുഴുവൻ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്ത് ഫില്ല് ചെയ്ത്. അതായത് ഇപ്പോഴാണെങ്കിൽ കേസ് ഓഫീസറിന് നേരെ നമ്മുടെ പ്രൊഫൈൽ കിട്ടുമായിരുന്നു, ചിലതൊക്കെ ഓട്ടോഗ്രാൻഡ് വരുമായിരുന്നു. ഇനി ആ ഓട്ടോഗ്രാൻഡ് വരുന്നതും എല്ലാം ഈ ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കേസ് ഓഫീസറിലേക്ക് എത്താൻ പോകുന്നത് അല്ലേ? അതെ, അങ്ങനെ ആയിരിക്കും വരുന്നത്. പക്ഷേ അവിടെ ഈ ഡേറ്റ വാല്യൂ അനുസരിച്ച് ഔട്ട്ലയേഴ്സിനെ പിക്ക് ചെയ്യും. ഏറ്റവും കുറഞ്ഞ ലോ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പിക്ക് ചെയ്തിട്ട് അത് വിസ റിജക്ഷൻ്റെ പൈലിലേക്ക് പോകും. അവിടെ ഒന്ന് റിവ്യൂ നടത്തിയിട്ട് ഓക്കെ അല്ലെങ്കിൽ അപ്പം തന്നെ തട്ടിക്കളയുന്ന ഒരു രീതി ആയിരിക്കും വരാൻ പോണത്. അപ്പോൾ ഇതിനകത്ത് വരാൻ പോകുന്ന പല ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ഇപ്പോൾ പറയണോ, അതോ കുറച്ചുകൂടെ കഴിഞ്ഞ് വീഡിയോയിൽ ഡിസ്ക്ലോസ് ചെയ്യാം? GST എനിക്ക് തോന്നുന്നത് GT തന്നെയാണ്. അതിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഇതിൻ്റെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തേക്ക് ആ ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞേക്കാം. നെക്സ്റ്റ് ഇൻടേക്ക് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടി ആ കാര്യം കൂടി ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പറഞ്ഞുതരാം. അതുപോലെ എനിക്ക് മനസ്സിലായ വേറൊരു കാര്യം കൂടി ഉണ്ട്. GT ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ഏജൻസിനെ തന്നെ ഏൽപ്പിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ലൈക്ക് RMIT, QUT, UNISA. അപ്പോൾ ഈ ഒരുപാട് കുട്ടികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, RMIT ലെവൽ 2 ആക്കിയോ അതോ ലെവൽ 3 ആണോ? കാരണം അതുപോലെ കണ്ടമാന വിസ റിജക്ഷൻസ് ആയിരുന്നു. പക്ഷേ അതിലൊരു കാര്യം എനിക്ക് മനസ്സിലായത്, അങ്ങനെ വിസ റിജക്ഷൻസ് കിട്ടിയ കുട്ടികളുടെ റിജക്ഷൻ ലെറ്റേഴ്സും അവർ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സും അവരുടെ വിസ ആപ്ലിക്കേഷനും കണ്ടപ്പോൾ മനസ്സിലായത്,
ഒന്ന് GT ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി GT ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ആക്കിയാലും വേണ്ടത്ര ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത് ആരെയാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അപ്പോൾ GT ഫ്ലെക്സിബിൾ ആയിട്ടാണെന്നുള്ളതെങ്കിലും നിങ്ങൾ GT ഡോക്യുമെൻറ്റ്സ് എല്ലാം വെക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം യൂണിവേഴ്സിറ്റി ഫ്ലെക്സിബിൾ ആണെങ്കിലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഫ്ലെക്സിബിൾ അല്ല. അവർ കൃത്യമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ, നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം, ലാംഗ്വേജ് റിക്വയർമെന്റ്സ്, അഡ്മിഷൻ റിക്വയർമെന്റ്സ്, ഇതെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫണ്ടിന്റെ കാര്യങ്ങൾ ബൈപ്പാസ് ചെയ്യുന്ന ഒത്തിരി ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അവിടെ മാൽ പ്രാക്ടീസ് നടത്തുന്നത് വേറെ ആരുമല്ല, ഏജൻസ് ആണ്. അവർ സ്ട്രിക്റ്റ് അല്ലാതെ കൂളായിട്ട് സ്റ്റുഡൻസിനോട് ബിഹേവ് ചെയ്യുന്നതാണ് സ്റ്റുഡൻസിന് ഇഷ്ടം. അപ്പം അങ്ങനെ സ്ട്രിക്റ്റ് അല്ലാതെ വരുന്നത് കൊണ്ട് ആണ് കുട്ടികൾ ഇതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നത്. എനിക്ക് അങ്ങനെ ഏജൻസികൾ ചെയ്തിട്ട് വിസ കിട്ടിയ കുട്ടികൾ പെൺകുട്ടികൾ മാത്രമാണ്. ദേ വെയർ ലക്കി. കാരണം അതിലൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരു 99% ഇതുപോലെ ഇങ്ങനെ GT ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും അവരുടെ നമുക്കറിയാം ഡോക്യുമെൻറ്റ്സ്, പ്രോപ്പർ GT ഡോക്യുമെൻറ്റ്സ് എല്ലാം, GT ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് സ്റ്റിൽ, എന്നാലും ഏജൻസ് GT ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടും ഡോക്യുമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിക്ക് ഷെയർ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പ്രൊഫൈൽസിൻ്റെ എല്ലാം ഓട്ടോഗ്രാഫാണ്. ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ ഗ്രിഫിത്ത് യൂണിവേഴ്സിറ്റി എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കുട്ടികളുടെ ഇതും 2-3 മാസമൊന്നും എടുത്തിട്ടില്ല എന്ന്. പക്ഷേ അങ്ങനെ എടുത്ത കുട്ടികളുടെ, അതായത് 2 മാസത്തിലധികമായിട്ടും വിസ വന്നിട്ടില്ലാത്ത കുട്ടികളുടെ പ്രൊഫൈൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അവർക്കാർക്കും GT എന്ന് പറഞ്ഞൊരു പ്രോസസ്സേ ഇല്ലായിരുന്നു. അതെ. അപ്പം അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജൻസിനും റേറ്റിംഗ് ഉണ്ട്. അപ്പം ഓരോ ഏജൻസി വഴി പോകുന്ന മോശം ക്വാളിറ്റി ഒരു ഏജൻസിയുടെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏജൻസിയുടെ എല്ലാ പ്രൊഫൈലുകളും ഇവരെടുത്ത് വെച്ച് നോക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ലോഡ് ചെയ്യുന്നത് jis@holaworld.in എന്ന് പറഞ്ഞ ഇമെയിൽ വെച്ചിട്ട് QAC രജിസ്റ്റേർഡ് ആയിട്ടുള്ള ജിസിൻ്റെ അണ്ടറിലാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഭൂരിഭാഗവും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ കാണുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റീസിന് എക്സ്പെക്റ്റ് ചെയ്യാം, അവർ അത് കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൺ റീസൺ ഫോർ ഗെറ്റിംഗ് എ ഗുഡ് വിസ സക്സസ്. അത് നമ്മൾ വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുമ്പോഴും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കേസ് ഓഫീസർ, നമ്മളൊരു കേസ് ഓഫീസറാണെന്ന് വിചാരിച്ച് നമ്മൾ ആ പ്രൊഫൈൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എത്ര വൃത്തിയോടുകൂടി വേണം ഡോക്യുമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യാനും വിസ ആപ്ലിക്കേഷൻ ചെയ്യാനും എന്നൊക്കെ. അപ്പോൾ ചിലത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ എനിക്ക് തന്നെ ശരിക്കും ഭയങ്കര വിഷമം. നമ്മളെങ്ങനെയാണ് കാണുന്ന വേറെ കുട്ടികളുടെ എന്ന് ചോദിച്ചാൽ നമുക്കൊരു എൻ്റെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് കോൺടാക്ട് ചെയ്യാറുണ്ട്. അവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കാണാം. അപ്പോൾ കുട്ടികൾ അങ്ങനെ ഞങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ പ്രൊഫൈൽ ഇമ്പോർട്ട് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവരുടെ ആപ്ലിക്കേഷൻ ID അറിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 10 to 15 ഡോക്യുമെൻറ്റ്സേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വേറാസ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ 40 to 50 ഡോക്യുമെൻറ്റ്സ് ആണ് ലോഡ് ചെയ്യുന്നത്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഫിനാൻഷ്യലിൻ്റെ കാര്യങ്ങൾ, പ്രൂഫ്, അസറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട്, നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ ഒരുപാട് ലിസ്റ്റുണ്ട്. പക്ഷേ ഇതൊക്കെ ബൈപ്പാസ് ചെയ്യുന്ന ഏജൻസ് മാൽ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തന്നെ പറയുള്ളൂ. ആൻഡ് ദേ വിൽ ബി പണിഷ്ഡ്. ആൻഡ് അവർക്കുള്ള പണിഷ്മെൻറ്റ് പാവം കുട്ടികൾക്കുള്ള പണിഷ്മെൻറ്റായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ വിഷമം. ചിലപ്പോഴൊക്കെ സ്റ്റുഡൻസ് ഏജൻസിനോട് വളരെ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട്, ഇപ്പം നമ്മളോട് പോലും ആദ്യം വരുമ്പോൾ സംസാരത്തിലൊക്കെ ഒരു പേടിയും ആശങ്കയൊക്കെ. എന്തുകൊണ്ടാണ് ഇത്രയും ഡോക്യുമെന്റ്സ് വേണ്ടത്? എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞിട്ടില്ല ഇത്രയും ഡോക്യുമെന്റ്സ് വേണമെന്ന്, നിങ്ങളുടെ അടുത്ത് മാത്രം ഇത്ര ഡോക്യുമെന്റ്സിന്റെ ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കുറ്റമായിട്ട് പറയുന്നത് കുട്ടികൾ. നമ്മൾ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഭയങ്കര പുഷിയാണെന്ന് പറയും. അതായത് ഡോക്യുമെന്റ്സ് കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങളതൊക്കെ പറയാനുള്ള കാരണം സീറ്റുകൾ തീർന്നു പോകുമെന്നുള്ള അറിവുള്ളതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ ഒരു സിംഗിൾ ഡോക്യുമെന്റ് പോലും വിസ ആപ്ലിക്കേഷനിൽ നിർബന്ധമായിട്ടും വേണ്ട ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ ഞാൻ ആ വിസ ലോഡ് ചെയ്തില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ലോഡ് ചെയ്യത്തുള്ളൂ. കാരണം അങ്ങനെ വേണം ചെയ്യാൻ. കാരണം ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് പഠിച്ചല്ല കേട്ടോ. നമ്മളുടെ അടുത്ത് ഞാനൊരു നമ്മുടെ മൈഗ്രേഷൻ ലോയറിന്റെ അടുത്തുനിന്ന് പഠിച്ച കാര്യങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് വിസ ചെയ്തപ്പോൾ ഉലാൻ ഇപ്പോൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. ഉലാൻ നമ്മൾ TR ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യും. നോ മാൽ പ്രാക്ടീസസ് അറ്റ് ഹോലാവേൾഡ്. അങ്ങനെ തന്നെ എല്ലാ ഏജൻസും ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരത്തില്ല അടുത്ത ഇൻടേക്കിലേക്ക്. ഞങ്ങൾ വളരെ പ്രൗഡാണ്. നമ്മളുടെ കുട്ടികളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റി. ഈ ഒരു വിസ റിജക്ഷൻ ലാൻഡ് സ്ലൈഡിൽ നിന്ന് ചെയ്തത് വളരെ ബേസിക്കാണ്. സ്റ്റിക്ക് ടു ദി റൂൾസ്. അതായത് ഡിസംബറിൽ ഈ റൂൾ ചേഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു ഇൻപുട്ട് കിട്ടിയായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്, ശ്രദ്ധിക്കേണ്ട സമയമാണെന്ന്. നമ്മൾ അപ്പോൾ സമയത്ത് എന്താ ചെയ്തത്? നമ്മൾ വിസ ലോഡ്ജിങ് പ്രോസസ്സ് അങ്ങോട്ട് ഹോൾഡ് ചെയ്തു. ഒരു ഡിസംബർ 15 തൊട്ട് ഞങ്ങളൊരു ഡിസംബർ എൻഡ് വരെ ഒരു വിസ പോലെ ലോഡ് ചെയ്തില്ല. ഞങ്ങൾ ആ സമയത്ത് നമ്മൾ ചെയ്ത ഫോക്കസ് ചെയ്ത് എന്തായിരുന്നു? 8th 10th ആ ടൈമിലാണ് പിന്നെ ലോഡ് ചെയ്ത് തുടങ്ങിയത്. ജനുവരി നമ്മൾ ആ സമയത്ത് ഫോക്കസ് ചെയ്തത്
ആ ഒരു ഡിസംബറിലായിരുന്നു റിജക്ഷൻസ് വളരെയധികം കൂടിക്കൊണ്ടിരുന്ന സമയം. നമ്മുടെ അടുത്തൊരു 200+ റിജക്ഷൻ ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്നും. നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൊളീഗ്സ് അല്ല, ഫ്രണ്ട്സ്, അതായത് പല ഏജൻസികൾ നടത്തുന്ന വേറെ സ്റ്റേറ്റിലുള്ളവർ ഇവിടെ ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അവരുണ്ട്, കേരളത്തിൽ നിന്ന് തന്നെ നമുക്കൊരു സുഹൃത്തുണ്ട്. അപ്പം അങ്ങനെ പലരുടെ കയ്യിൽ നിന്ന് കിട്ടിയ, പിന്നെ നമ്മുടെ അടുക്കെ യൂട്യൂബിൽ ചാനലും വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, റിജക്ഷൻ കിട്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വന്ന കുറേ കുട്ടികളുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ട്സിന് റിജക്ഷൻ കിട്ടിയപ്പോൾ അവർ കിട്ടിയത് അതെല്ലാം കൂടെ പൈലപ്പ് ചെയ്ത് നമുക്കൊരു 200 ലെറ്റേഴ്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ട് എന്ത് റീസൺ കൊണ്ടാണ് ഇവർ റിജക്റ്റ് ചെയ്യുന്നത് പ്രൊഫൈല്. മൈഗ്രേഷൻ ആക്ട് ഉണ്ടാവാം, നാട്ടിലേക്ക് തിരിച്ചു വരത്തില്ല, പല പല റീസൺസ് ഉണ്ടാവാം, ഡോക്യുമെന്റ്സ് ഇല്ലാതെ ഉണ്ടാവാം. അപ്പം നമ്മളതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ പോയിന്റ്സിലാണ് ഇവർ ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു അനലിറ്റിക്സ് ആണ് ശരിക്കും ചെയ്തത് അല്ലേ. അതായിരുന്നു എൻ്റെ ഒരു വർക്ക്. നമ്മളതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയേക്കുന്ന വിസ റിജക്ഷൻ റീസൺ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെപ്പറ്റി ഒരു വിശകലനം നടത്തി. എത്ര വേർഡ്സ്, ഞങ്ങൾ 2500 വേർഡ്സിൻ്റെ SOP ആണ് വെച്ചുകൊണ്ടിരുന്നത്. ബട്ട് എല്ലാവർക്കും മടിയാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പം 300 വേർഡ്സ് മതിയായിരുന്നു GT ക്ലിയർ ചെയ്യാൻ. സോ ദേ ജസ്റ്റ് അസ്യൂം 300 ക്യാരക്ടേഴ്സിന്റെ മതി, അതായത് 300 വേർഡ്സിന്റെ നമുക്ക് എഴുതി വെക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം മടിയാണ് SOP ചെയ്യാനായിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയക്ക് ഇത്രയേറെ ആപ്ലിക്കേഷനും വന്നപ്പോൾ അവർ ആ SOP എന്നുള്ള സ്റ്റെപ്പ് അങ്ങ് ബൈപ്പാസ് ചെയ്തു. ആൻഡ് അവർക്കാണ് പണി കിട്ടിയതും. എനിക്ക് തോന്നുന്നു അതിന് ശേഷം പ്രമുഖമായ ഒരു ഏജൻസി 1000 വേർഡ്സിൻ്റെ SOP പിന്നെ കൊണ്ടുവന്നു. അവരെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ തന്നെയുള്ള കമ്പനിയാണ് കേട്ടോ. അപ്പം എനിക്കറിയാം, നിങ്ങൾക്ക് പേര് മനസ്സിലായി കാണും. അപ്പോൾ ഇങ്ങനെ അവർക്കൊക്കെ ഒരുപാട് റിജക്ഷൻ വന്നു ഈ ഒരു ഒറ്റ റീസൺ കൊണ്ട്. SOP പ്രോപ്പറായിട്ട് വെച്ചില്ല, അതിനായിട്ടുള്ള ഒരു എഫേർട്ട് ഇടാതിരുന്നുകൊണ്ട്. പിന്നീട് അപ്പം ഞങ്ങൾ ചെയ്ത ടെക്നിക്ക് ഈ 2500 വേർഡ്സിൽ എവിടെയൊക്കെയാണ് വിസ റിജക്ഷൻ കൂടുതൽ പോകുന്നത് അതനുസരിച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് ഇത്ര നമ്പർ ഓഫ് വേർഡ്സ് ആ ഒരു പോയിന്റിന് വേണ്ടി കൊടുക്കാനും ഏതൊക്കെ പോയിന്റ്സിലാണ് അവർ ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി. ആൻഡ് ആ ടെംപ്ലേറ്റ് വെച്ച് നമ്മുടെ സ്റ്റുഡൻസിനെ കൊണ്ട് റീവയർ ചെയ്യിപ്പിച്ച് അവരുടെ SOP മുഴുവൻ എഴുതിപ്പിച്ചിട്ടാണ് നമ്മൾ വെച്ചത്. കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷെ എന്നാലും ആ കഷ്ടപ്പാടിൽ നമുക്ക് അവസാനം റിസൾട്ട് ഉണ്ടാവും. ഞങ്ങളോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, വിസ എന്തുകൊണ്ടാണ് നിങ്ങൾ ലേറ്റ് ആയിട്ട് ഡിലേ ചെയ്തത്, ഡിസംബറിൽ വന്ന ഓഫർ ലെറ്റേഴ്സ് ആണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ COE വന്നിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന്. അവർക്കുള്ള ഉത്തരം ഈ വീഡിയോ ആണ്. ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പോൾ അറിയാം, പക്ഷേ കാരണം നമുക്ക് നല്ല വിസ സക്സസ് കിട്ടിയതിന് ഈ ഒരു സ്ട്രാറ്റജിയാണ് അതിന് വന്നത്. പക്ഷേ ഞങ്ങൾക്ക് നേരത്തെ പറയാനൊരു പേടിയുണ്ടായിരുന്നു, കാരണം വിസ സമയത്തിന് വന്നില്ലെങ്കിലോ എന്നുള്ള പേടിയുമായിരുന്നു ഒരു കാരണം ഞങ്ങളത് പറയാതിരുന്നതിനുള്ള കാരണം. പക്ഷേ പിന്നീട് നമുക്കത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട്സ് കണ്ടപ്പോൾ ഞങ്ങൾക്കത് പറയാനുള്ള ധൈര്യമായി. അതുപോലെ ചില കുട്ടികളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ ലെവൽ 2 യൂണിവേഴ്സിറ്റീസ് അവരുടെ COE ക്യാൻസൽ ആക്കുന്നതും. അതായത് ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടില്ല, അതെ, ക്ലാസ് തുടങ്ങിയിട്ടില്ല, തുടങ്ങുന്നതിന് മുന്നേ തന്നെ എക്സ്റ്റൻഷൻ ഇനി തരാൻ പറ്റില്ല, നിങ്ങളുടെ COE ക്യാൻസൽ ആക്കിക്കോ, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തോ, നിങ്ങൾ എങ്ങോട്ടേലും പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ഒരു പ്രവണത ഉണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് ചില സ്റ്റുഡൻസിന്റെ അടുത്ത് മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ സ്റ്റുഡൻസിനെ വീണ്ടും വന്നിട്ടില്ല. പക്ഷെ അത് നമുക്ക് വേറെ കുട്ടികൾക്ക് അത് നേരിടുന്നത് കാണാം. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ആ ഏജൻസി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡോക്യുമെന്റ്സും എടുക്കാതെ ബൈപ്പാസ് ചെയ്ത് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പെരുമാറി ഇതൊക്കെ മതി എന്ന് പറഞ്ഞ് കയറ്റിവിടാൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമാണ്. സോ എവറി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടഡ് ടു ചെക്ക് ഈച്ച് ഏജൻസീസ് പ്രൊഫൈൽ ആൻഡ് ദെയർ ക്വാളിറ്റി ലെവൽസ് ആൻഡ് ദെൻ മാസ് ആയിട്ട് ഇങ്ങനത്തെ ആക്ഷൻസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയും ഈ യൂണിവേഴ്സിറ്റീസിനെ അവരെ സസ്പെൻഡ് ചെയ്യുന്നൊക്കെ വരെ കേട്ടിട്ടുണ്ട്. അവരുടെ അതായത് ഇനി സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന CSUവിൻ്റെ 60% വിസ റിഫ്യൂസലായിരുന്നു, അതോ 60% വന്നിട്ടില്ലെന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ CSUവിൻ്റെ വൈസ് ചാൻസലർ ഇത് ഡിസ്ക്രിമിനേഷൻ ആണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം CSU ഒരു കാറ്റഗറി 3 റീജിയണൽ ഏരിയയിലുള്ള ലെവൽ 2 യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ അവിടുത്തെ ബിസിനസ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത് 30 മില്യന്റെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ കുറെ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാം കാരണം ഇവർ വൃത്തിയായിട്ട് പണിയെടുക്കാത്തത് കൊണ്ടാണ്. പക്ഷെ അവർ എംപ്ലോയ് ചെയ്തിരുന്ന ഏജൻസ് കാര്യമായിട്ട് കാര്യങ്ങൾ വേണ്ട പോലെ സീരിയസ്നെസ്സോടുകൂടി കുട്ടികളുടെ കയ്യിൽ നിന്ന് എടുത്തില്ല. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാം. ഒരു ഏജൻസി നമ്മളെ പറ്റിയുള്ള ഒരു ബ്ലെയിം, നമ്മൾ ഹൈ ക്വാളിറ്റി സ്റ്റുഡൻസിനെ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പരാതിപ്പെടുന്നവരുണ്ട്. അതൊരു മിനിമം വാല്യൂവിന് താഴെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ആവശ്യമില്ലാത്ത ഹോപ്പ് കൊടുത്ത് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള ഒരു ആശങ്കയാണ് നമുക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടിൻ്റെ കാര്യങ്ങളിലാണ് കൂടുതലും കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കാൻ മിടുക്കരാണ്. ഫണ്ടിൻ്റെ കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഓസ്ട്രേലിയ ചെക്ക് ചെയ്യുകയാണ്. അതിന് കാരണം നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് ഫ്രണ്ട്സാണ്. അവർ എങ്ങനെയെങ്കിലും ഈ രാജ്യം വിട്ടാൽ മതി,
ഡങ്കി സിനിമയെ കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അവർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി, അപ്പം ഇല്ലാത്ത ഫിനാൻഷ്യൽസ് ഉണ്ടെന്ന് കാണിക്കും, പഠിക്കാൻ വരുന്നവരല്ല അവർ ശരിക്കും. അതെ, അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് ദേ ഡോണ്ട് കം ടു ദ ക്ലാസ്, ദേ ജസ്റ്റ് സ്കിപ്പ്, ഫീസ് അടക്കുകയില്ല, നേരെ പോയി വേറെ ജോലികൾ മാനുവൽ ലേബറിനൊക്കെ പോകും, ട്രക്ക് ഓടിക്കാനോ കാർ വാഷിനോ എവിടെയെങ്കിലും കയറാൻ അവർ റെഡിയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ പ്രോബ്ലംസ് ഉണ്ടായത്. ജെന്യുവൻ സ്റ്റുഡൻസിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഈ സ്റ്റെപ്സ് സർക്കാർ എടുത്തു. ഒരു പ്രോഗ്രാം ഒരു 10 വർഷം 12 വർഷമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. മലയാളികളും ഉണ്ട് കേട്ടോ, മലയാളികളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ റീസൺ കേട്ടോ. അപ്പോൾ ഓസ്ട്രേലിയൻ സർക്കാർ ചെയ്യുന്നത് നല്ല സ്റ്റെപ്പാണ് എന്ന് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ട് നല്ലതാണ്, ജെന്യുവിനായിട്ടുള്ള സ്റ്റുഡൻസിനെ കൊണ്ടുവരിക. പക്ഷേ അത് നമ്മുടെ എലിജിബിളായിട്ടുള്ള നല്ല ഒന്നാന്തരം സ്റ്റുഡൻസിനെ ഇത് അഫക്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് നേരത്തെങ്കിലും പറയാം റിജക്ഷൻ കൊടുക്കാണ്ട് ഇങ്ങനെ ചെയ്യാൻ പോകും. റിജക്ഷൻ കൊടുക്കാതെ അവർക്കൊരു ഓപ്ഷൻ കൊടുക്കായിരുന്നു, നിങ്ങൾ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ഡിഫർ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കായിരുന്നു. അതിന് പകരം ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുത്തത് വളരെ മോശമായി പോയി. ഓസ്ട്രേലിയൻ സർക്കാരിന് അങ്ങനെ ചെയ്യരുതായിരുന്നു, ഒരു മനുഷ്യത്വരഹിതമായ കാര്യം ചെയ്തതായിട്ട് അത് പറയുള്ളൂ. ഇച്ചിരൂടെ ഇൻ്റലിജൻ്റായിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. കാരണം നിരപരാധികളായ കുറേ കുട്ടികൾ പണിഷ്ടായി. സാരമില്ല, ലോസ് ഉണ്ടായി, ടൈം പോയി. സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ ഹൊലാവേൾഡിൽ കാണുന്ന ഒരു കാര്യം. ടൈം ഈസ് എവറിതിങ്. ആൻഡ് അത് കുട്ടികളെ മിസ്സായതിൽ ഓസ്ട്രേലിയൻ സർക്കാർ മാപ്പ് പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ക്ലെയർ ഓനിയിൽ ഒരു വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു മിനിസ്റ്ററാണ്. പക്ഷേ ഈ സ്റ്റെപ്പ് എടുത്തതിന് ഒരു ജസ്റ്റിഫിക്കേഷൻ അവർ പറയണം, ഒരു പ്രസ് റിലീസ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറയണം. കാരണം എത്ര കുട്ടികളോട് കാണിച്ച ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ശരിയല്ല. കാരണം സ്റ്റുഡൻസിന് എത്രത്തോളം ഇതിനെപ്പറ്റി അറിയാം. ഒരു ഏജൻസാണ് അവരെ അതിനകത്ത് ഗൈഡ് ചെയ്യേണ്ടത്. പക്ഷേ ഏജൻസ് അത് വേണ്ട സീരിയസ്നെസ് എടുക്കാഞ്ഞതാണ്. യൂണിവേഴ്സിറ്റീസും അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് യെസ്, ലെവൽ 1 യൂണിവേഴ്സിറ്റീസിനൊന്നും ഇത് അത്രയും ബാധിച്ചിട്ടില്ല. ലെവൽ 1 യൂണിവേഴ്സിറ്റീസ് സേഫാണ്, ഗ്രൂപ്പ് ഓഫ് 8 വളരെ സേഫാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സീക്രട്ട് സോഴ്സ് ടു സക്സസ് എന്ന് ഞാൻ പറയുകയും ചെയ്യുന്നു. റിജക്ഷൻ വന്നതായിട്ട് നമ്മൾ കണ്ടു. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ക്യൂൻസ്ലൻഡ് GT ഫ്ലെക്സിബിൾ ആണ്. GT ഫ്ലെക്സിബിൾ ആണ്. അപ്പം മാൽ പ്രാക്ടീസ് നടത്താൻ ശ്രമിക്കുമ്പോഴാണ് അതിൻ്റെ പിടി വീഴുമ്പോൾ മൊത്തം എടുത്ത് ചെക്ക് ചെയ്യും. കുറച്ച് പേരൊക്കെ കടന്നുകൂടി. പിന്നെ QUTയിലേക്ക് നമ്മൾ ഒരു കുട്ടിയെ കണ്ടു, ഒരു ഏജൻസി വഴി പോയതാണ്. ഫുൾ കാര്യങ്ങൾ ചെയ്യാതെ കയറിപ്പോയിരുന്നു. അത് പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം. പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഈ ഡേറ്റ അനലറ്റിക്സിൻ്റെ വേറൊരു രീതിയാണത്. മാൽ പ്രാക്ടീസസ് പെൺകുട്ടികൾ ചെയ്യുന്നത് കുറവായതുകൊണ്ട് അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിരുന്നു. അങ്ങനെ കുറച്ച് പേർക്ക് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് ത്രൂ അതർ ഏജൻസീസ്. അപ്പോൾ ഈ അതർ ഏജൻസിയിൽ പലർക്കും ഒരു 60% വിസ സക്സസ് കിട്ടിയെന്ന് പറയുന്നതിൽ കൂടുതലും പെൺകുട്ടികളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും ഈ GT ഫ്ലെക്സിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ അടുത്ത പ്രാവശ്യം ഈ ഒരു പരിപാടി നടക്കുകയില്ല. അതായത് GST വരുമ്പോൾ കൂടുതൽ ഡേറ്റ അനലിറ്റിക്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പം കുറേയും കൂടി ക്വാളിറ്റി ചെക്ക് ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഒരു നല്ല ഏജൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. വിസ സക്സസ് നല്ലപോലെയുള്ള ഏജൻസിനെ നോക്കുക. അതുപോലെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഏജൻസിനെ അല്ല നോക്കേണ്ടത്. എല്ലാ ഡോക്യുമെൻസും കളക്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു ഏജൻസിയെ തന്നെ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത ഇൻടേക്കിലേക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് എനിക്ക് മനസ്സിലാവുന്ന. കാരണം GST ഇംപ്ലിമെൻ്റ് ആകാൻ പോവാണ്. ഇതാണ് GST. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ മുന്നൊരുക്കമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടേക്കുന്നത്. അപ്പം സ്ട്രിക്റ്റ് ആവുന്നത് നല്ലതാണ് എന്നൊന്ന് മനസ്സിലാക്കുക. ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം അത് ബുദ്ധിമുട്ടാണ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. പക്ഷേ അത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ജെന്യുവൻ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും ഗവൺമെൻറ്റിന് മടിയൊന്നും അധികം കാണുന്നില്ല. ഇല്ല, അതെ, നന്നായിട്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു സർക്കാർ ഭയങ്കര സംഭവമാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, PR കിട്ടാനായിട്ട് എന്തിനാണ് ഡിലേ ചെയ്യിപ്പിക്കുന്നത്. ബട്ട് ദേ ഹാവ് ആ ഒരു കരുതലുണ്ട്. ഇപ്പോഴാണെങ്കിലും കോവിഡിൻ്റെ സമയത്തുണ്ടായിരുന്ന കുട്ടികൾക്ക് എത്ര നാളാണ് വർക്ക് സ്റ്റേ ബാക്ക് കൂട്ടിക്കൊടുത്തതെന്നറിയാമോ? എക്സ്ട്രാ സ്റ്റേ ബാക്ക് ആൻഡ് 2 to 3 years ഓഫ് എക്സ്ട്രാ സ്റ്റേ ബാക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ പിൻവലിച്ചെങ്കിലും കിട്ടി. കാരണം ആ സമയത്ത് ജോലിയൊന്നും കിട്ടാൻ പാടായിരുന്നു. അതെ, അതായത് ഇപ്പം നമ്മുടെ ഉലാന് കിട്ടുന്നുണ്ട് 2 to 3 years, അതായത് 2 വർഷം മുന്നേ പഠിച്ചവർക്ക് വരെ അത് കിട്ടുന്നുണ്ട്. ബട്ട് അത് ഈ ഒരു ഫെബ്രുവരി ഇൻടേക്കിലേക്കുള്ള കുട്ടികൾക്കൂടെ കിട്ടും. അത് കഴിഞ്ഞ് ജൂലൈ ഇൻടേക്കിലേക്ക് അത് ഉണ്ടാവില്ല, ആ എക്സ്ട്രാ 2 years. ബട്ട് സ്റ്റിൽ ഇപ്പോഴും സ്റ്റേ ബാക്ക് മോശമല്ല. ഓസ്ട്രേലിയ ഇപ്പോഴും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റേ ബാക്ക് കൊടുക്കുന്ന രാജ്യം തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ചെയ്യുന്നവർക്ക് 2, 3, 4 years ഓഫ് സ്റ്റേ ബാക്ക്, മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്ക് 3, 4, 5 years ഓഫ് സ്റ്റേ ബാക്ക്. അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് മാത്രമുള്ളതാണ് കേട്ടോ.
അപ്പം ആ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും നല്ലതാണ്. 2, 3, 4 എന്ന് പറയുന്നത് കാറ്റഗറി 1, 2, 3 അതിൻ്റെ ഐ ബട്ടണിൽ അതും കൂടെ കൊടുത്തേക്കാം. സ്റ്റേ ബാക്കിനെ പറ്റി പറയുന്ന ആ ഒരു വീഡിയോ നമുക്ക് കൊടുത്തേക്കാം. പിന്നെ വേറെ എന്താ നമുക്ക് പറയാനുള്ളത്? അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒന്ന്, എങ്ങനെയാണ് GST എന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ചേക്കാണ്. അടുത്ത ഇൻടേക്കിലേക്ക് GST എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നതെന്ന്. അതിന് മുന്നായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റും? റിജക്ഷൻ വന്ന കുട്ടികൾക്ക് ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങൾക്ക് വിസ റിജക്ഷൻ കിട്ടിയത് ഏത് യൂണിവേഴ്സിറ്റിയിലെ ഏത് പ്രോഗ്രാമിലേക്കാണോ സെയിം യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ നിങ്ങൾക്കൊരു COE റീഇഷ്യൂ ചെയ്യാൻ റിക്വസ്റ്റ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൽ എന്തെങ്കിലും വാർണിംഗ് കിട്ടുന്നോ അത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ആ ഏജൻസിയുടെ റേറ്റിംഗ് ചെക്ക് ചെയ്യും. അതായത് ആ ഏജൻസിക്ക് ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്ര വിസ റിജക്ഷൻസ് വന്നിട്ടുണ്ട്, അതിനനുസരിച്ചായിരിക്കും അവരെ ഒരു പുതിയ COE റീഇഷ്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ DHA ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ഇത് ഓറിയന്റേഷൻ വീക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് വലിയ ക്ലിനിക്കൊക്കെ നടക്കുമായിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ഇത് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഏജൻസിൻ്റെ റേറ്റിംഗ് എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. നമുക്ക് ടൈപ്പ് കിട്ടാനും ഒക്കെ അതൊരു വലിയ ഗുഡ് ന്യൂസാണ്. ക്ലെയറോനിയിൽ ആ കാണിച്ച കാര്യം ഞാനൊരു ബ്രില്യൻസ് ആയിട്ട് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ COE റീഇഷ്യൂ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം. പുതിയ COE കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇൻടേക്കിലേക്ക് വീണ്ടും ഒരു ന്യൂ വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് അതിലേക്ക് ഇതൊരു ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലോ വല്ലതും ആണ് റിജക്ഷൻ കിട്ടിയെങ്കിൽ ഒരു കാരണവശാലും ലെവൽ 3യിൽ നിൽക്കരുത്. ഇന്നലെയും കൂടെ ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്തു. ലെവൽ 3യിൽ നിന്ന് ഫെഡറേഷൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ ഇട്ടിട്ട് ഇന്നലെ കൂടി ഒരു കുട്ടി നമ്മളെ കോൺടാക്ട് ചെയ്തേ ഉള്ളൂ. ഫെഡറേഷൻ യൂണിവേഴ്സിറ്റി ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലായിരുന്നു. വിസ റിജക്ഷൻ കിട്ടിയില്ല ആ കുട്ടിക്ക്. COE ക്യാൻസൽ ചെയ്തു അവർ. അപ്പം അടുത്ത ഇൻടേക്കിലേക്ക് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അതാണ് സെക്കൻഡ് കേസ്. അപ്പോൾ സെക്കൻഡ് കേസിൽ ഇപ്പം നിങ്ങൾ ലെവൽ 2 ഓർ ലെവൽ 3 യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്റ്റിൽ വിസ ഒന്നും വന്നിട്ടില്ല, നിങ്ങൾ ഡെഡ് ലൈൻ പാസ് ചെയ്തു. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആ ആപ്ലിക്കേഷൻ അങ്ങ് വിഡ്രോ ചെയ്യുക. അപ്പോൾ COE ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി ക്യാൻസലാക്കും, അല്ലെങ്കിൽ അതിന് മുന്നേ ക്യാൻസലാക്കും. എന്നിട്ട് നിങ്ങളൊരു ലെവൽ 1 യൂണിവേഴ്സിറ്റിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇത് ലെവൽ 3 ആണെങ്കിൽ ചെയ്താൽ മതി. ലെവൽ 2 ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. ലെവൽ 2 വലിയ കുഴപ്പമില്ല. പ്രൊഫൈൽ സ്ട്രോങ് ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ GT അത്ര സ്ട്രോങ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വിഡ്രോ ചെയ്തിട്ട് ലെവൽ 2ൽ നിൽക്കുന്ന ഒരു കോൺഫിഡൻറ്റ് പ്രൊഫൈലാണ് കേസ് നമ്പർ 3. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇൻടേക്കിലേക്ക് ഒരു COE എടുക്കുക. ആദ്യം ഒരു ഡിഫേർഡ് ഓഫർ ലെറ്റർ എടുക്കുക, അതിനുശേഷം COE സ്റ്റേജിലേക്ക് പോവുക. അപ്പോൾ ഫീ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഫീ ഡിഫറൻസ് മാത്രം പേ ചെയ്ത് പെട്ടെന്ന് COE എടുക്കുക. നമുക്കങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ഒരു കുട്ടിക്ക് ഡിഫറായി വന്നപ്പോൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ COE ക്യാൻസൽ ചെയ്തു, വിസ ഔട്ട്കം ഒന്നും വന്നിട്ടില്ല, നെക്സ്റ്റ് ഇൻടേക്കിലേക്കുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കുട്ടികൾക്കുള്ള സംശയം, ഞങ്ങൾ വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യണമെന്ന്. വിഡ്രോ ചെയ്യണ്ട, അതുകൊണ്ട് നിങ്ങൾക്ക് റിജക്ഷൻ വരില്ല. പക്ഷേ ചിലർക്ക് വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു, പക്ഷേ എനിക്കത് തോന്നുന്നില്ല അങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ COE വാലിഡ് അല്ല. അപ്പോൾ അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഒരു 1 മന്ത് 28 ഡേയ്സിൻ്റെ ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് അപ്ഡേറ്റഡ് COE അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് നമുക്കൊരു ഇമെയിൽ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചില ലെവൽ 2 യൂണിവേഴ്സിറ്റീസിൽ അങ്ങനെ മാറ്റുന്നു എന്ന് കേട്ടു. അപ്പോൾ അതുകൊണ്ട് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അത് ഒരു കേസ് ബൈ കേസ് നമുക്ക് ചിലപ്പോൾ അത് വീക്ക് പ്രൊഫൈൽ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. അപ്പം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോയിൻ്റെ ഔട്ട്കം വന്നിട്ടുണ്ടെങ്കിൽ ദെൻ വാട്ട് യു ഹാവ് ടു ഡു ഇസ് നെക്സ്റ്റ് ഇൻടേക്കിൻ്റെ പെട്ടെന്ന് ഓഫർ എടുക്കുക, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതേ ഉള്ളൂ, വിസ ലോഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ചോദിച്ച പല ക്വസ്റ്റ്യൻസിന് ആൻസർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. GSTയുടെ വീഡിയോയുടെ അവസാനത്തേക്ക് ആ ഒരു കാര്യം കൂടെയാണ്. GSTയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും അടുത്ത ഇൻടേക്കിലേക്ക് ഒരു ഡേറ്റ അനലിറ്റിക്സ് പെർസ്പെക്റ്റീവിൽ. ഇത് അവർ പുറത്ത് വിട്ടിട്ടുള്ള കാര്യമല്ല. ഞാൻ ഒരു ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്ത ആളായതുകൊണ്ട് ഐ എം അസ്യൂമിങ് ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ദേ ആർ ഗോണ ഡു. ഒന്ന്, യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അതിനൊരു റേറ്റിംഗ് കാണും. ആ റേറ്റിംഗ് തീർച്ചയായിട്ടും എടുക്കും. ഒരു സ്കോർ കാണും. അവർ 5 ഔട്ട് ഓഫ് 5 ഔട്ട് ഓഫ് 10 ഒരു സ്കോർ കൊടുക്കും. ഒബ്വിയസ്ലി ലെവൽ 1 യൂണിവേഴ്സിറ്റീസിന് നല്ല സ്കോറായിരിക്കും, ലെവൽ 2 മോശം, ലെവൽ 3 വളരെ പരിതാപകരമായ സ്കോറായിരിക്കും. ബിലോ ഹാഫ് ദ സ്കോർ ആയിരിക്കും. ഇപ്പോൾ 10 5 താഴെ ആയിരിക്കും ലെവൽ 3 സ്കോർ വരാൻ പോകുന്നത്. ആൻഡ് ലെവൽ 1 യൂണിവേഴ്സിറ്റീസിന് 8 മേളിലായിരിക്കും ഏകദേശം. ഞാൻ ഒരു ആവറേജ് പറയാം കേട്ടോ, ഇത് ഇങ്ങനെ ആവാനാണ് സാധ്യത.
അപ്പോൾ ഈ സ്കോറിങ് നിങ്ങളുടെ പ്രൊഫൈലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഏജൻസി. ഏത് ഏജൻസിയാണ് നിങ്ങൾ ഏത് ഇമി അക്കൗണ്ട് വഴിയാണ് നമ്മൾ വിസ ആപ്ലിക്കേഷൻ ലോഡ് ചെയ്തിരിക്കുന്നത്, ആ ഇമി അക്കൗണ്ട് ഹോൾഡറുടെ റേറ്റിംഗ് ചെക്ക് ചെയ്യും. അപ്പോൾ അത് ഏജൻസിയുടെ അല്ല, ആ ഇമി അക്കൗണ്ട് ഹോൾഡർ. അതായത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ഇൻടേക്കിൽ എനിക്ക് തോന്നുന്നു ഈ വലിയ ഗ്ലോബൽ പ്ലെയേഴ്സ് ഉണ്ട്, ഇപ്പം ഗ്ലോബൽ സ്റ്റഡി പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഏജൻസികളുണ്ട്. ആ ഏജൻസികൾ വഴിയാണ് കേരളത്തിലെ ഭൂരിഭാഗം ഏജൻസികളും ആപ്ലിക്കേഷൻ പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരായിരിക്കും കൂടുതൽ ലോഡ് ചെയ്യുക. പക്ഷേ നമ്മൾ കൂടുതലും ഇപ്രാവശ്യം നമ്മളെ അലോ ചെയ്തു, ആ പാർട്ട്നേഴ്സൊക്കെ നമ്മൾ തന്നെ ലോഡ് ചെയ്തോളാൻ പറഞ്ഞു. ആൻഡ് അതും നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം. അപ്പം ഹൂവർ ഇസ് ലോഡ്ജിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വിസ ലോഡ് ചെയ്യുമ്പോൾ ആരാണ് ലോഡ് ചെയ്യുന്ന QAC കൺസൾട്ടൻ്റ് എന്നുള്ളത്. അപ്പം ആ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ ലോയർ ആണെങ്കിൽ മൈഗ്രേഷൻ ലോയറിൻ്റെ ആ ഒരു ഇമെയിൽ ID-യുടെ റേറ്റിംഗ് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം ആ റേറ്റിങ്ങിൻ്റെ പോയിൻറ്റ്സ് അത് ആഡ് ചെയ്യും. അപ്പം ഏജൻസ് ആരാണോ നിങ്ങളുടെ വിസ ലോഡ് ചെയ്യുന്ന ആ ബോഡി അവരുടെ റേറ്റിംഗ്, യൂണിവേഴ്സിറ്റിയുടെ റേറ്റിംഗ്. മൂന്നാമത്തെ കാര്യം ഏത് കൺട്രിയിൽ നിന്നാണ് വിസ ലോഡ് ചെയ്യുന്നത് അതിന് പോയിൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഇന്ത്യക്ക് പുറത്തുള്ള NRI പേരൻസ് ഒക്കെ ആണെങ്കിൽ NRI കൺട്രിയിൽ നിന്ന് തന്നെ ലോഡ് ചെയ്യുന്നത്, അതായത് ഗൾഫിൽ നിന്ന് തന്നെ ലോഡ് ചെയ്യുകയാണെങ്കിൽ that will attract more points than when you apply from a risky country like India. Even though they are an Indian citizen, ഈ ഒരു കാര്യം കൂടി മേക്സ് എ ഡിഫറൻസ്. അപ്പം വിദേശത്തു നിന്ന് ചെയ്യുമ്പോൾ ബയോമെട്രിക്സ് വേണ്ടി വരും, ഇന്ത്യയിൽ ബയോമെട്രിക്സ് വേണ്ട. അത് മാത്രമേ ഉള്ളൊരു ഡിഫറൻസ്. പക്ഷേ അവിടുന്ന് ചെയ്യുന്നത് നിങ്ങളുടെ വിസ സക്സസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ അടുത്ത കാര്യം വരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വെക്കാൻ പോകുന്ന ഫിനാൻഷ്യൽസ്, അത് നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഫണ്ട് റിക്വയർമെൻറ്റ്സ് എത്രത്തോളം ഉണ്ട്. നമ്മൾ പറയുന്നത് മാസ്റ്റർ സ്റ്റുഡൻസിന് 40 ലക്ഷവും ബാച്ചിലർ സ്റ്റുഡൻസിന് 50 ലക്ഷവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫണ്ട് എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതായിരിക്കും. ഇത് ഞങ്ങൾ പറയുന്നത് ഇതിനേക്കാളും കുറഞ്ഞ ഫണ്ട് റിക്വയർമെൻറ്റ്സ് പറയുന്ന ഏജൻസികളുണ്ട്. പക്ഷേ അപ്പോൾ ആലോചിക്കുക, അപകടകരമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈല്. അപ്പം ഈ ഫണ്ട് റിക്വയർമെൻറ്റ്സ് ഇതുപോലെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. 40 50 എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടോ, എഡ്യൂക്കേഷൻ ലോൺ ഇസ് ഹൈലി അപ്രീഷിയേറ്റഡ്, അത് നല്ലതായിട്ടാണ് കാണുന്നത്. പിന്നെ ഈ സേവിങ്സ് ഉണ്ടോ കയ്യിൽ, സേവിങ്സ് എഡ്യൂക്കേഷൻ ലോൺ ഉള്ളവർക്ക് സേവിങ്സ് ഒരു 10 lakh എങ്കിലും ഉണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് കണക്കാക്കും. അപ്പം ഈ കാര്യങ്ങൾക്കെല്ലാം പോയിന്റ്സ് ആഡ് ആയി ചോദിക്കുന്നുണ്ട്. അപ്പം 50 ലക്ഷം രൂപയുടെ ബാച്ചിലേഴ്സിൻ്റെ ഫണ്ടിൽ 40 ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷൻ ലോണും 10 ലക്ഷം രൂപയുടെ ഫണ്ടും കാണിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 50 60 എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടെങ്കിലും 10 ലക്ഷം രൂപയുടെ ഒരു ഫണ്ടൂടെ കാണിക്കുക, ഇതിന് പോയിന്റ്സ് ഉണ്ട്. പിന്നെ ഇൻകം സ്ട്രീം, നിങ്ങളുടെ സ്പോൺസേഴ്സിൻ്റെ ഇൻകം സ്ട്രീം എത്രയാണ് വേണ്ടത്? 12 ലക്ഷം രൂപ 12 lakhs ഉണ്ടെങ്കിൽ അതിന് പോയിന്റ്സ് 15 lakhs ആണ് നല്ലത്. ITR ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇവൻ സേവിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 months മെച്ചൂരിറ്റി ഉള്ള ഫണ്ട് മതി. പക്ഷേ ITR ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമുക്കവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഇന്ത്യൻ സ്പോൺസേഴ്സ് ആണെങ്കിൽ ദെൻ ITR ഇസ് മാൻഡേറ്ററി. ഇനി വിദേശത്താണെങ്കിൽ അത് വേണ്ട, സാലറി സ്ലിപ്പ് മതി. പക്ഷേ അപ്പോൾ ആ വരുന്ന ഫണ്ട് എന്താണെന്നുള്ളത് എഴുതി വെക്കുന്നത് കാണണം, ആ ഇൻകം വരുന്നത്, ആനുവൽ ഇൻകം. അതുപോലെ അതാത് റെസ്പെക്റ്റീവ് ഇയേഴ്സിൽ ഫയൽ ചെയ്തിട്ടുള്ള ITR ആയിരിക്കണം. ഇത് നമ്മൾ എല്ലാ വീഡിയോയിലും ഇനി തൊട്ട് പറയാമെന്ന് ഞാൻ പറയുന്നത്. കാരണം അതില്ലാതെ ഒന്നും പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇപ്പോഴെങ്കിലും ലോഡ് ചെയ്ത് ഫയൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സെയിം ഇയർ ആണോ ഫയൽ ചെയ്യുന്ന ITR, ഡിഫറെൻറ്റ് ഇയർ ആണോ, അതിനും ഒരു പോയിന്റ്സ് പോകാൻ സാധ്യതയുണ്ട്. ഇഫ് ഞാൻ ആ ബോഡിയിൽ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും അതിനെ റേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ആരോ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരങ്ങനെ ഒന്നും വിട്ട് സംസാരിക്കുകയല്ല, ഓസ്ട്രേലിയക്കാരിയാണ്. പക്ഷേ ദിസ് ഇസ് വാട്ട് ദേ വിൽ ഡു, ഇങ്ങനെ ആയിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്ത് കൊടുത്ത് കമ്പ്യൂട്ടർ വിൽ റാൻഡംലി പിക്ക്, ദേ വിൽ പ്ലോട്ട് ദ പോയിൻറ്റ്സ്. ആ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ഔട്ട്ലയേഴ്സിനെ പിക്ക് ചെയ്യും. ഏറ്റവും കുറവും കൂടുതലും നിൽക്കുന്ന പ്രൊഫൈലുകളൊക്കെ അവരൊന്ന് ചെക്ക് ചെയ്യും പഠിക്കാൻ വേണ്ടി. അങ്ങനെ കുറവ് വരുന്ന പ്രൊഫൈലുകൾക്കൊക്കെ വിസ റിജക്ഷൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മാൽ പ്രാക്ടീസസ് നടത്താൻ പാടാണ്. ഇത്രേ ഉള്ളൂ. ഓസ്ട്രേലിയക്ക് വരണമെങ്കിൽ ഫണ്ട് റിക്വയർമെൻറ്റ് കറക്റ്റായിട്ട് മീറ്റ് ചെയ്യേണ്ടി വരും. 1 2 നിങ്ങളുടെ അക്കാഡമിക്സ് സ്ട്രോങ് ആയിരിക്കണം. 55% 53% ഒക്കെ നേരത്തെ നമ്മൾ വഴി തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലേക്ക്. ഈ ഇൻടേക്കിലേക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് ഇനി വരുന്ന ഇൻടേക്കിലേക്ക് നമ്മളൊരു 60% ആണ് ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളുടെ കട്ട് ഓഫ്. മാറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെ, ടൈറ്റ് ആക്കിയിട്ടുണ്ട്. 60-70 വന്നിട്ടുണ്ട്. അപ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണെങ്കിൽ 70% ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ്
കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ ഇത്ര ടൈറ്റ് ആണെങ്കിലും ഇങ്ങനെ കയറി വരുന്നത് ഓസ്ട്രേലിയയിൽ നല്ലത് തന്നെയാണ്. ശോഭനമായ ഒരു ഭാവിയാണ് അവിടെ ഉള്ളത്. കാരണം നമുക്ക് ബാക്കിയുള്ള കൺട്രീസ് പോലെ ഒത്തിരി കുട്ടികൾ കയറി വരാത്തത് കൊണ്ട് തന്നെ ദേ ആർ പ്ലാനിങ് ഇറ്റ് വെൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒത്തിരി ഗ്രീഡി അല്ല ഓസ്ട്രേലിയൻ സർക്കാർ. ഒത്തിരി പേരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഹൗസിംഗ് ക്രൈസിസ് വരും. നമുക്കറിയാം കാനഡയിലൊക്കെ വീട് കിട്ടാൻ പാടാണ്. ബങ്ക് ബെഡ്സിൽ പിള്ളേർ സ്റ്റേ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ UK-യിലെയും കാനഡയിലെയും പ്രശ്നങ്ങൾ പഠിച്ചിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങൾ കുറവാണ് ഇവിടെ. എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പണി കിട്ടത്തില്ല പിള്ളേർക്ക്, അല്ലേ? ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ തന്നെയാണ്. സ്റ്റുഡൻസിനെ ഒരുപാട് ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ പോകത്തില്ല. പക്ഷേ ടെൻഷൻ അടിപ്പിക്കും കേട്ടോ, അതില്ല എന്ന് പറയുന്നില്ല. അതിപ്പോൾ എൻ്റെ കൂടെ പഠിച്ച പലർക്കും PR കിട്ടാതെ വിഷമിച്ച ഒത്തിരി പേരുണ്ട്, ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേറൊരു വിസയിലേക്ക് പോകാനും സ്റ്റേ ബാക്കോ വേറെ എന്തെങ്കിലും പല ഓപ്ഷൻസ് അപ്പോൾ തുറന്നിട്ടിരുന്നു. ഇപ്പോൾ PR കിട്ടാൻ പാടാക്കിയ സമയത്ത് അവർ 491 വിസ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഓപ്പൺ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്തു, റീജിയണൽ ഏരിയ വിസ. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ, ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ സ്റ്റുഡൻസിന് ഹോല വേൾഡിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മുടെ എൻക്വയറി ഫോമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ QR കോഡ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെയാണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. കുട്ടികൾ പറയാറുണ്ട് നമ്മളെപ്പോഴും ഹോല വേൾഡ് സ്റ്റുഡൻസിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കാറുള്ളത്, മറ്റുള്ള ഏജൻസികളിലെ കുട്ടികൾക്ക് നമ്മൾ പരിഗണന കൊടുക്കാറില്ല. നമ്മൾ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള ഏജൻസികളിലെ കുട്ടികൾക്ക് ഇൻഫർമേഷൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പരമാവധി ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഇനി ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ലിങ്ക് എടുക്കുക. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന അറിയത്തില്ല, നമുക്ക് വരുന്ന മെസ്സേജുകളുടെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടാണ്. നമുക്കെല്ലാം നോക്കാൻ പോയാൽ നമുക്ക് സമയം തികയത്തില്ല. കാരണം വി ഹാവ് എ കമ്മിറ്റ്മെൻറ്റ് ടു അവർ സ്റ്റുഡൻസ്, അത് സത്യമാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സമയമുള്ളപ്പം ഞങ്ങൾ ഗ്രൂപ്പുകളിൽ കുട്ടികളുടെ ചോദ്യത്തിന് ആൻസർ കൊടുക്കാറുണ്ട്. പക്ഷേ അതൊന്ന് ദയവായിട്ട് മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫീ പേയ്മെൻറ്റ് തരികയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കത് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ആർക്കാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്, ചുമ്മാ സംസാരിക്കാൻ വരുന്നവരാണോ? കാരണം ഒരു ഇൻഫർമേഷനിലുപരി കൗൺസിലിംഗ് കുട്ടികൾക്ക് വേണ്ടത്. അതായത് അവർക്ക് ടെൻഷൻ വരുമ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ വിളിച്ച് സംസാരിക്കാനായിട്ട് നമുക്കത്ര സമയമില്ല. അതെ, അപ്പോൾ നമ്മുടെ കൗൺസിലേഴ്സ് നമ്മുടെ കുട്ടികളോട് അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം നമ്മളൊരു എന്താ പറയുക, പ്രൊഫഷണൽ കൗൺസിലേഴ്സ് അല്ല, ഞങ്ങൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വിവരങ്ങളും അപ്ഡേറ്റ്സും മെസ്സേജസ് ആയിട്ട് തരാൻ പറ്റും. നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പം ലോങ് അവേഴ്സ് നമ്മൾ വഴി വായോ, അതായത് ഹോല വേൾഡിന്റെ സ്റ്റുഡൻസ് ആവുക. അതല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എൻ്റെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന എൻ്റെ കലണ്ടർ ലിങ്ക് ആരും ബുക്ക് ചെയ്യത്തില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻ വേണം. എനിക്കറിയില്ല, ഫ്രീ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ചാനലിൽ കൂടെ ലഭിക്കുന്നതാണ്. അപ്പം അതുവഴി നിങ്ങൾ കളക്ട് ചെയ്യുക. ഇല്ലാത്തൊരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റെസ്പോൺസ് വരുന്നുണ്ട്. നമ്മുടെ ടീം, ഞങ്ങളായിരിക്കില്ല കമൻറ്റ് ചെയ്യുക, നമ്മുടെ ടീമായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. ബട്ട് ആ ടീമിന് അറിയാൻ മേലാത്തൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ദേ ഡെഫിനറ്റ്ലി ചെക്ക് വിത്ത് അസ് അതിന് ശേഷം. അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻഫർമേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് അതേഴ്സ് ആർ ബെനിഫിറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ആ കമൻറ്റ് കാണുന്ന ഇവിടെ വന്നിട്ട് അങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് ഒരു ഇൻഫർമേഷൻ ആർക്കും കിട്ടത്തില്ല. അതെ, എല്ലാത്തിനും ഒരു 100, 200, 300, $500 ഒക്കെയാണ് ചാർജ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരാള് ഒരു വാ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം നമ്മൾ $50. ഇവിടെ ടൈം മണിയാണെന്നുള്ളത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് മനസ്സിലാവും. നാട്ടിൽ വെച്ച് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് സ്റ്റുഡൻസ് നമ്മളോട് ഒരു ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് വിഷമം വരും. കാരണം സമയം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഔട്ട്സൈഡ് സ്റ്റുഡൻസാണ് കൂടുതലും കംപ്ലയിൻറ്റ് പറയുന്നത്. നമ്മുടെ കൂടെ സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മളെ ഇഷ്ടമാണ്, നമ്മൾ പറയുന്നതിൽ വിശ്വസിക്കുന്നവരാണ്. അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കേൾക്കാറില്ല. അപ്പോൾ എനിവേ, നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? അറൈവൽ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം, അതെന്താണ്, അതെങ്ങനെ നേരിടാം, എങ്ങനെ അതിനെ അതിജീവിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ ദിസ് ഈസ് ജസ്വിൻ ആൻഡ് സൈനിങ് ഔട്ട് ഫ്രം ടുഡേസ് വീഡിയോ. സീ യു സൂൺ.